നമസ്കാരം. ഞാനും സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ക്ലാസ്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നേക്കുന്നത് 10th പ്രിലിംസ് 2021 അതിൻ്റെ GK പാർട്ട് മാത്രമുള്ള സെലക്ടഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. സ്റ്റേജ് 4 and 3 ആണ് ഇവിടെ വരുന്നത്. നോക്കാം. 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം. ആൻസർ ആന്ധ്രാപ്രദേശ്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്. ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇൻ്റർനെറ്റ് ലഭ്യത. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഉത്തർപ്രദേശ്. കമൽ റാണി വരുൺ ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുൻപിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. 5 മണിക്കൂർ 30 മിനിറ്റാണ് ഇന്ത്യൻ മാനക സമയവും ഗ്രീൻവിച്ച് സമയം തമ്മിലുള്ള വ്യത്യാസം. 5 മണിക്കൂർ 30 മിനിറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കപർവ്വതം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കപർവ്വതം ഏതാണ്? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കപർവ്വതം ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തിന് പറയുന്ന പേരെന്താണ്? വൃഷ്ടിപ്രദേശം. വൃഷ്ടിപ്രദേശം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ആൻസർ ഏതാണ്? രവി. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ രവി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഇന്ത്യയിലെ ഉഷ്ണകാലം മാർച്ച് മെയ്. ഇന്ത്യയിലെ ഉഷ്ണകാലം മാർച്ച് മെയ്. ഇന്ത്യയിലെ ഉഷ്ണകാലം മാർച്ച് മെയ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. പോയിന്റ് കലേമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പോയിന്റ് കലേമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. പോയിന്റ് കലേമർ പക്ഷി സങ്കേതം തമിഴ്നാട്. പോയിന്റ് കലേമർ പക്ഷി സങ്കേതം എവിടെയാണ്? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. അടുത്തത്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? ആൻസർ പോർച്ചുഗീസുകാർ. അവസാനമായി പോർച്ചുഗീസുകാർ. 1957 കലാപം അറിയപ്പെടുന്നത്. 1957 കലാപം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ശിപായി ലഹള. ശിപായി ലഹള. 1957 കലാപം ശിപായി ലഹള എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്.
നെക്സ്റ്റ് വൺ, വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു കണ്ടെത്തി. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്തൽ. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ, നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? കെ.ആർ. നാരായണൻ. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ എവിടെയാണ്? പാർട്ട് 3യിലാണ് മൗലിക അവകാശങ്ങൾ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം. മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? അധികാരമുള്ളത്? രാഷ്ട്രപതിക്ക്. അടിയന്തരാവസ്ഥ സമയങ്ങളിലാണ് മൗലികാവകാശം റദ്ദ് ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതിക്ക് മാത്രമേ ആ അധികാരം ഉള്ളൂ. പരമോന്നതമാണെന്ന് ഓർത്തിരിക്കുക. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? സ്വത്തവകാശം എന്തായിട്ട് മാറി? നിയമാവകാശമായിട്ട് മാറി. നിയമാവകാശമായി. അസ്പൃശ്യത നിരോധനം എന്ന് വെച്ചാൽ അൺടച്ചബിലിറ്റി വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഏത് ആർട്ടിക്കിളാണ്? 31. ആർട്ടിക്കിൾ 17 അല്ലേ? അൺടച്ചബിലിറ്റി എവിടെയാണ്? 17ലാണ്. അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ അസ്പൃശ്യത തൊട്ടുകൂടായ്മ ഏതാണ്? ആർട്ടിക്കിൾ 17. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ളത്? ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അവകാശമുള്ളത്? ഏതാണ് അനുച്ഛേദം? 352 റദ്ദ് ചെയ്യാൻ. 352. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെ. ഓക്കെ, നിയമിക്കുന്നത് രാഷ്ട്രപതി, കത്ത് നൽകുന്നത് രാഷ്ട്രപതി. ദേശീയമാണെന്ന് ഓർക്കുക. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണത്? 93 സെപ്റ്റംബർ 28. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനം, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 93. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ഏതാണ്? സെക്രട്ടറി ജനറൽ. കേരളത്തിൻ്റെ വിസ്തീർണം ചതുരശ്ര കിലോമീറ്ററാണ്. 3863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂർ. കേരളത്തിൻ്റെ ഏറ്റവും മഴ കുറവ് ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിന്നാർ, ഇടുക്കി. ചിന്നാർ, ഇടുക്കി. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ശൈത്യകാലം എപ്പോഴാണ് അനുഭവപ്പെടുക? ഡിസംബർ ഫെബ്രുവരി. തണുപ്പ് കൂടുന്നു അല്ലേ? പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? പക്ഷിപാതാളം എവിടെയാണ്? പക്ഷിപാതാളം ഏത് ജില്ലയിൽ വരുന്നു?
വയനാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ്മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ്മെയിൽ ആലപ്പുഴയിലാണ് സ്ഥാപിതമായത്. ഏത് വർഷമാണ്? AD 1859 അല്ലേ? മറ്റേ മീറിട്ടൊക്കെ ഓർക്കുമ്പോൾ മഹത്ത വിപ്ലവം ഓർത്തിട്ട് വന്നാൽ മതി, കിട്ടും. 1859 കേട്ടോ. 1859 ഡാറാസ്മെയിൽ 1859. നെക്സ്റ്റ് വൺ, ടൂറിസത്തെ വ്യവസായം അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ആരാണ്? ആരായിരിക്കും? കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ഇടുക്കി പദ്ധതി സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. ഇടുക്കി പദ്ധതി 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാണ്. സ്വകാര്യ മണി. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി 20 പോയിൻറ്റ്. കൊച്ചി 20 പോയിൻറ്റ്. ദേശീയപാത 85. കൊച്ചി 20 പോയിൻറ്റ്. അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ്? വരുന്നത്? ഓക്കെ, 1863 ഓഗസ്റ്റ് 28. 1863 അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമി. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയാണ് ആർ പാർവതി ദേവി. അക്കമ്മ ചെറിയാൻ ആർ പാർവതി ദേവിയാണ്. അക്കമ്മ ചെറിയാൻ ആർ പാർവതി ദേവി എഴുതി. ആഗമാനന്ദ അന്തരിച്ച വർഷം 1961 ആഗമാനന്ദ അന്തരിച്ചത്. 1850 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഇന്ദിരാഗാന്ധി. ഓക്കെ, ഇന്ദിരാഗാന്ധിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്തത്. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. എവിടെയാണ് സ്ഥലം? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി. എന്താണ്? കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠസ്വാമികളാണ്. ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. സംഘടിച്ചാണ് ആറ്റിങ്ങൽ കലാപം. സംഘടിത കലാപം എന്താണ്? ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് വൺ, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം ഏതാണ്? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ഏറ്റവും പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? 1912 മെയ് 8 കുണ്ടറ വിളംബരം. നെക്സ്റ്റ് വൺ, ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? 1859 ജൂലൈ 26. 1859 ചാനാർ സ്ത്രീകൾക്ക് 1859 ജൂലൈ 26. 1859 ജൂലൈ 26. നെക്സ്റ്റ് വൺ, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര? 32. അറിയാമല്ലോ. മനുഷ്യശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം.
രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം, മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. മദ്യം, സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. മസിൽ നോത്താൽ മതി, മയോളജി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ. നെക്സ്റ്റ് വൺ, സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത്. സെഹദ് എന്ന ടെലിമെഡിസിൻ കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് 2015 ഓഗസ്റ്റ് 25. സെഹദ് എന്ന ടെലിമെഡിസിൻ 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ വിഷയം എന്താണ്? ഇത് ഈ ഖാദി പ്രിലിംസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ വിഷയം എന്തായിരുന്നു വിഷയം? DDT. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. തോറിയത്തിൻ്റെ അയിര് ഏതാണ്? മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഇതാണ് ഡ്യൂട്ടീരിയം. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെയാണ് ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ജൂൾ. തുല്യസമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് ഏത്? ഇതിലൊന്നും അല്ലല്ലേ, തുല്യദൂരം കൊണ്ട് ഇതൊന്നും അല്ല എന്നാണ് ആൻസർ. ഓക്കെ, വേണ്ടത് മാത്രം വേഗം നോക്കി പോവുക. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ ഒന്നാമത് വരുന്ന വാക്ക് ഏതാണ്? ഇതിൽ ഒന്നാമത് വരുന്ന ഏതായിരിക്കണം? ആദ്യം SU U N പിന്നെ E അല്ലേ. TH ഉണ്ട്, അപ്പോൾ ഇച്ച് വന്നു, പിന്നെ I വന്നു. അവിടെ വരെ നോക്കിയാൽ മതി. ഓക്കെ, ആൻസർ വരുന്നത് ഏതായിരിക്കണം? ഇതാണ് വരുന്നത് കേട്ടോ. ഡിസിമിനേഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വാക്കാണ് ഉണ്ടാക്കാൻ കഴിയാത്ത വാക്ക് എന്നതാണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് വരുന്നത്. ഓക്കെ, കൂട്ടത്തിൽ നിന്ന് ഒറ്റയാൻ തിരഞ്ഞെടുക്കുക. ആരായിരിക്കും ഒറ്റയാനിവിടെ? ഇവിടെ ഒറ്റയാനായിരിക്കും 98 ഒറ്റയാൻ വരുന്നത്. ബ്രൂക്ക്. ലേക്കും പൂളും പോണ്ട് ഒരേ സെയിം അല്ലേ, വെള്ളം. ഒന്നിലെ അച്ഛനും മകൻ്റെ 3 ഇരട്ടി വയസ്സാണ്. 5 വർഷം മുമ്പ് ഇത് 4 ഇരട്ടി ആയിരുന്നു. അച്ഛൻ്റെ വയസ്സ് എത്രയാണെന്ന് പറയുമ്പോൾ 35 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 31/21 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായത് ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ. കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? ശ്രീനിവാസൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്?
30 ഡിഗ്രി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ കിഴക്ക് ഭാഗത്തുള്ള മലനിര? പൂർവഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? മഹാനദി. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഡിസംബർ ഫെബ്രുവരി. ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് നൽകിയിട്ടുള്ളത്? ലക്ഷ്യമുള്ളത്. കോർബറ്റ് ദേശീയ പാർക്ക്. കടുവ. വേടന്തങ്ങൾ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? വേടന്തങ്ങൾ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി? അൽഫോൻസോ ഡി ആൽബുക്കർക്ക്. രണ്ടാമത്തെ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? മുഗൾ ചക്രവർത്തിയാണ് ചോദിച്ചേക്കുന്നത്. ബഹദൂർ ഷാ രണ്ടാമൻ. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിക്കുന്നത്? റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. റവന്യൂ ബോർഡ് വാറൻ ഹേസ്റ്റിങ്സ്. റവന്യൂ ബോർഡ് വാറൻ ഹേസ്റ്റിങ്സ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാനക്ഷത്രം എന്നറിയപ്പെടുന്ന ആരാണ്? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാനക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ? പ്രഭാനക്ഷത്രം ആരാണ്? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാനക്ഷത്രമാണ് ആര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? വേദാന്ത കോളേജ്. രാജാറാം മോഹൻ റോയിയുടെ വേദാന്ത കോളേജ് എവിടെയാണ്? കൽക്കട്ട. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി? വിദേശ നയമാണ് ചോദിച്ചേക്കുന്നത്. വിദേശ നയം ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ് വിദേശ നയം. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? രാഷ്ട്രീയ പിൻഗാമി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത്? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമായി പോകുന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ. അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമായിട്ട് പോകുന്നത്. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്? സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അയിത്ത് നിർമ്മാർജ്ജനം അല്ലേ? അൺടച്ചബിലിറ്റി. 17. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യം ഏത് ഭരണഘടന അനുച്ഛേദം അനുസരിച്ചിട്ടാണ്? 19. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി തുല്യതയ്ക്ക് ഏതാണ് വരിക? ആൻസർ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി.
ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്മാരുടെ കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എങ്ങോട്ടാണെന്ന്? കേന്ദ്ര സർക്കാർ. ദേശീയം നോക്കുക. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ ഏതിൻ്റെ ആസ്ഥാനമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമായിരുന്നു. സർദാർ പട്ടേൽ ഭവൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ആ മനുഷ്യാവകാശ കമ്മീഷൻ എത്ര ക്വസ്റ്റ്യൻസാണ് വന്നേക്കെന്ന് നോക്കൂ. ഇനിയും കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാണ്? 560 കിലോമീറ്റർ. തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാട്. ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ചിറാപുഞ്ചി എന്ന് പറയുമ്പോഴാരാണ് വരിക? ലക്കിടി. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. കേന്ദ്ര. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മീൻവല്ലം തൂത്തുവാരി. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഫറോക്ക്, പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലൻ അല്ലേ? AKG. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കാർഷിക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കമ്മ ചെറിയൻ. അമൃതവാണി, പ്രബുദ്ധ കേരള എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അഗമാനന്ദ സ്വാമി. തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട പദ്ധതി തന്നെ അല്ലേ? കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? തൂവയൽ പന്തികൾ. വൈകുണ്ഠസ്വാമി അല്ലേ? തൂവയൽ വൈകുണ്ഠസ്വാമി. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? സാരഞ്ജിനി പരിണയം അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ് വൺ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജാചരിത്രത്തിൻ്റെ തിരക്കഥ. കേരളവർമ്മ പഴശ്ശിരാജാചരിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയവരാണ്. തിരക്കഥ ആരാണ് എഴുതിയേക്കുന്നത്? MD വാസുദേവൻ നായർ. MD തന്നെയാണ് കേരളവർമ്മ പഴശ്ശിരാജ. MD വാസുദേവൻ നായർ. ഓക്കെ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ ആരാണ്? കുറിച്യർ കുടുംബർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? സർക്കാർ ജോലികളിൽ
തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ. ഒരു മിനിറ്റ്. ആൻസർ മലയാളി മെമ്മോറിയൽ. ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ച് നൽകിയതാണ് മലയാളി മെമ്മോറിയൽ. നെക്സ്റ്റ് വൺ. ഇതിൽ ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നതായിരിക്കണം. അവിടെ ഈഴവർക്ക് തുല്യ പ്രാതിനിധ്യം വേണം, സർക്കാർ ഉദ്യോഗങ്ങളിൽ ഈഴവർക്ക് തുല്യ പ്രാതിനിധ്യം വേണമെന്ന് കൊടുത്തത് ഈഴവ മെമ്മോറിയലാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ. മനുഷ്യരുടെ വായിലെ ഉള്ളിപ്പല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യരുടെ വായിലെ ഉള്ളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8. നെക്സ്റ്റ് വൺ. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം? പ്ലൂറാസ്ഥലം. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം? സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന 2 മസ്തിഷ്ക ഭാഗമാണ്, ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രം വലിയ ഭാഗം, അതിന് താഴെ കാണുന്ന വലിയ ഭാഗം, അതിന് താഴെ കാണുന്ന കുഞ്ഞു ഭാഗമാണ് സെറിബെല്ലം. ഇവിടെ. നെക്സ്റ്റ് വൺ. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഇഷ്ടമുള്ളതിനെ. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റല്ല. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റമിൻ എ ആയി മാറുന്നത്? വിറ്റമിൻ എ ആയി മാറുന്നത് കരളിൽ വെച്ചാണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം? അസ്ഥികളുടെയും പല്ലുകൾക്കും വേണ്ട ജീവകം ഏതാണ്? ജീവകം ടി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? അനുയാത്ര. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? നൈട്രജൻ. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക? ഇലക്ട്രോൺ. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം? ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്നരൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യ ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്നരൂപങ്ങൾ ഒരേതിൻ്റെ 2 ഭിന്നരൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യവും ഊർജവും. ആരാണത്? ഐൻസ്റ്റീൻ. ദ്രവ്യം, ഊർജം ഓർക്കുക. ആ സയൻറ്റിസ്റ്റ് ആരാ? ഒന്ന് തന്നെയാണെന്ന്, ഒന്നിൻ്റെ 2 രൂപങ്ങളാണ്, 1 2 രൂപമാണ് ഐൻസ്റ്റീൻ പറയും. അത്രയേ ഉള്ളൂ. ഒരു വാച്ചിൽ സെക്കൻഡ് സൂചികളുടെ ചലനം എങ്ങനെയാണ്? ഇരിക്കുക? സെക്കൻഡ് സൂചി ചലിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അത്രയേ ഉള്ളൂ. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഘടകമാണ്? ന്യൂട്ടൺ എന്ന് പറയുന്നത് ബലം. അറിയാലോ, ന്യൂട്ടൺ ബലം. നെക്സ്റ്റ് വൺ. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? 55,000 ഡിഗ്രി സെൽഷ്യസ് എന്ന് അനുമാനിക്കാം. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. അടുത്തത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ
12 കൊണ്ട് ശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? Next one. So thank you for watching and see you again next class, and prepare well for the exams. Thank you all of you, and please subscribe me.